വിശദമായ വാർത്തകളിലേക്ക്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിൽ മോചിതനായി. ജയിലിന് പുറത്ത് നൂറുകണക്കിന് പ്രവർത്തകരാണ് രാഹുലിനെ സ്വീകരിക്കാനെത്തിയത്. സർക്കാരിനെതിരായ പ്രതിഷേധങ്ങളിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചു. ഈ രാജാവെന്ന് വിചാരിക്കുന്ന കേരളത്തിന്റെ ഏകാധിപതിയായ ചക്രവർത്തിയോട് കിരീടം താഴെ വെക്കുക, ജനങ്ങൾ പിന്നാലെയുണ്ട് എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി മറക്കാതിരിക്കുന്നത് നന്നായിരിക്കുമെന്ന് മാത്രമാണ് സൂചിപ്പിക്കാനായിട്ടുള്ളത്. കേരളത്തിലെ പ്രതിപക്ഷ പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ ഓരോരുത്തരും വ്യക്തിപരമായി സമരങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ പേരിൽ പോലും മാധ്യമപ്രവർത്തകർക്ക് കേസുകൾ എടുക്കപ്പെടുന്ന കാലത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുവാൻ വണ്ടിപ്പെരിയാറിലെ പിഞ്ചുകുട്ടിയെ പിച്ച് ചീന്തിയവൻ അനുവാദമുള്ള നാട്ടിലും പ്രതിപക്ഷ യുവജന പ്രസ്ഥാന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തവർക്ക് മാധ്യമപ്രവർത്തകരെ കാണുവാൻ പോലും കൂച്ചുവിലങ്ങിടുന്ന കാലത്ത് കൂടുതൽ ശക്തമായി സംസാരിക്കുവാനും പ്രവർത്തിക്കുവാനും തന്നെയാണ് തീരുമാനം. കമലേഷിന്റെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും. കമലേഷ്, അതായത് അറസ്റ്റിലായി 8ാം ദിവസം ജാമ്യത്തിൽ ഇറങ്ങുമ്പോഴും ആവേശത്തോടു കൂടി തന്നെയാണ് അദ്ദേഹം പുറത്തിറങ്ങുന്നത്. അദ്ദേഹത്തെ സ്വീകരിക്കാനായി അവിടെ നൂറുകണക്കിന് പ്രവർത്തകർ എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അദ്ദേഹത്തെ തോളിലേന്തിക്കൊണ്ട് മാലയണിയിച്ചുകൊണ്ടൊക്കെയാണ് അദ്ദേഹത്തെ സ്വീകരിക്കുന്നത്. മാത്രമല്ല ആ ഒരു പ്രതികരണം പോലും, അതായത് ഒരു പോരാട്ടത്തിലേക്ക് ഇനി കാര്യങ്ങൾ പോകുന്നു, അല്ലെങ്കിൽ ഒരു പടയൊരുക്കം തുടങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഇനി വരും ദിവസങ്ങളിൽ കേരളം കാണാനിരിക്കുന്നത്? ഭദ്ര, 9 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷമാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് ജയിൽ മോചിതനായിട്ടുള്ളത്. 4 കേസുകളാണ്, അതായത് 2 സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട്, അതായത് സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചും DGP ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും സംഘർഷത്തിൽ കലാശിച്ചതിനെ തുടർന്ന് 4 കേസുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായിരുന്നത്. ഇതിൽ 2 കേസുകളിൽ നേരത്തെ തന്നെ രാഹുലിന് ജാമ്യം ലഭിച്ചു. 2 കേസുകളിലാണ് ഇന്ന് ജാമ്യം ലഭിച്ചത്. അതായത് സെക്രട്ടേറിയറ്റ് മാർച്ചിൽ പോലീസിനെ ആക്രമിച്ചതടക്കമുള്ള കേസുകളിൽ ജാമ്യം ലഭിക്കാനുണ്ടായിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ടാണ് രാഹുൽ 9 ദിവസം റിമാൻഡിൽ കിടന്നത്. ഈ കേസിൽ രാവിലെ 11 മണിക്ക് കേസ് പരിഗണിച്ച ഘട്ടത്തിൽ ആദ്യത്തെ കേസിൽ, അതായത് സെഷൻസ് കോടതി പരിഗണിച്ച സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട കേസിൽ ജാമ്യം ലഭിച്ചു. പിന്നാലെ DGP ഓഫീസുമായി ബന്ധപ്പെട്ട കേസിലും ജാമ്യം ലഭിച്ചതോടുകൂടിയാണ് രാഹുലിന് ഇന്നിപ്പോൾ ജയിലിന് പുറത്തേക്ക് വരാനുള്ള വഴി തെളിഞ്ഞത്. പക്ഷേ 5 മണിയോടുകൂടി രാഹുൽ പുറത്തേക്ക് ഇറങ്ങേണ്ടതായിരുന്നു. എന്നാൽ ഈ ഫൈൻ, അതായത് പിഴ അടക്കുന്നതുമായി ബന്ധപ്പെട്ട ചില സാങ്കേതിക തടസ്സങ്ങൾ രൂപപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഇത് പരിഹരിക്കാൻ അല്പം സമയമെടുത്തു. ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ 9:30 രാഹുൽ ജയിലിന് പുറത്തേക്ക് വന്നിട്ടുള്ളത്. വലിയ ആഹ്ലാദത്തോടെ, ആഘോഷത്തോടെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രാഹുലിനെ സ്വീകരിക്കാനായി ഇവിടെ തടിച്ചുകൂടിയത് എന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. 6 മണിയോടുകൂടി തന്നെ പ്രവർത്തകർ ഈ പൂജപ്പുര സെൻട്രൽ ജയിലിന് മുന്നിലായി തടിച്ചുകൂടിയിരുന്നു. മാധ്യമങ്ങളും രാഹുൽ പുറത്തേക്ക് എത്തുന്നതുമായി വേണ്ടി കാത്ത് നിൽക്കുന്ന സാഹചര്യമായിരുന്നു. 100 കണക്കിന് ആളുകൾ, യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ ഇവിടെ തടിച്ചുകൂടുന്ന സാഹചര്യം. 9:30 രാഹുൽ പുറത്തേക്ക് ഇറങ്ങുന്ന ഘട്ടത്തിൽ പുഷ്പവൃഷ്ടിയോടെയും മുദ്രാവാക്യങ്ങളോടെയും കരഘോഷത്തോടെയുമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രാഹുലിനെ എതിരേറ്റത്. നിരവധി നേതാക്കളും രാഹുലിനെ അനുഗമിച്ചു. യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ BV ശ്രീനിവാസ്, അതുപോലെ തന്നെ മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഷാഫി പറമ്പിൽ, അബിൻ വർക്കി തുടങ്ങി നിരവധി നേതാക്കൾ, നേരത്തെ തന്നെ മാത്യു കുഴൽനാടൻ അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തി രാഹുലിനെ സന്ദർശിച്ച ശേഷം മടങ്ങിയിരുന്നു. ആ നിലയിൽ വലിയ നേതാക്കളുടെ ഒരു നീണ്ട നിരയും അതുപോലെ തന്നെ പ്രവർത്തകരുടെ വലിയ ഒരു ബാഹുല്യവും ഇവിടെ കാണാൻ കഴിഞ്ഞു. ഈ റോഡിൽ മുഴുവനും പ്രവർത്തകർ തടിച്ചുകൂടുന്ന സാഹചര്യമായിരുന്നു. ഏതായാലും 9:30 9 ദിവസത്തെ ജയിൽവാസത്തിനു ശേഷം രാഹുൽ ജയിൽ മോചിതനായിരിക്കുന്നു. ജയിൽ മോചിതനായതിനു ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്, തുടർന്നും ഈ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും. 9 ദിവസമല്ല, ആജീവനാന്തകാലം ജയിലിലടച്ചാലും പിണറായി വിജയന്റെ ഫാഷിസ്റ്റ് നടപടികൾക്കെതിരായ പോരാട്ടം തുടരും എന്ന് തന്നെയാണ്. തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച, അല്ലെങ്കിൽ തനിക്ക് വേണ്ടി നിലകൊണ്ട തന്റെ അമ്മയടക്കമുള്ള 100 കണക്കിന് അമ്മമാർക്ക് താൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നന്ദി പറയുന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതോടൊപ്പം തന്നെ പിണറായി വിജയനോട് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, അതായത് നിങ്ങൾ അധികാരം, ഈ കിരീടം താഴെ വയ്ക്കൂ, ജനങ്ങൾ നിങ്ങളുടെ പിന്നാലെയുണ്ട്, നിങ്ങൾക്ക് ഈ നിലയിൽ ഫാഷിസ്റ്റ് നടപടികളുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ഒരു മുന്നറിയിപ്പാണ് ഈ ജയിൽ മോചിതനായതിനു ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് നൽകിയിട്ടുള്ളത്. ഏതായാലും വലിയ ആഘോഷത്തോടെ, ആരവത്തോടെ ഈ 9 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം പുറത്തിറങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പ്രവർത്തകർ സ്വീകരിക്കുകയാണ്. അതിനുശേഷം ഇവിടുന്ന്
പ്രകടനമായി രാഹുൽ മാങ്കൂട്ടത്തിലിനെ അവർ കൊണ്ടുപോകുന്ന തോളിലേറ്റി കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടിട്ടുള്ളത്. ഏതായാലും തുടർന്നുള്ള ദിവസങ്ങളിലും ഇപ്പോൾ ജാമ്യം ലഭിച്ചു എങ്കിൽ പോലും തുടർന്നുള്ള ദിവസങ്ങളിലും വലിയ പോരാട്ടം തന്നെ ഇതിന്റെ ഭാഗമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് യൂത്ത് കോൺഗ്രസിന്റെ തീരുമാനം. ഭദ്ര. കമലേഷ്, മറ്റൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ. അതായത് ഈ കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ സർക്കാരിന്റെ നേതൃത്വത്തിൽ ഒരു സമരം നടത്താൻ പോകുന്നുണ്ട് ഡൽഹിയിൽ. അതിൽ ഈ പ്രതിപക്ഷത്തെ അടക്കം കൂട്ടുപിടിക്കാനാണ് സർക്കാരിന്റെ ഒരു നീക്കം എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇതിനൊരു തീരുമാനം ഇതുവരെ അറിയിച്ചിട്ടില്ല. നാളെ നടക്കുന്ന യോഗത്തിന് ശേഷമായിരിക്കും ഒരു അന്തിമ തീരുമാനം ഇതിൽ ഉണ്ടാവുക. ഏതെങ്കിലും തരത്തിലൊരു മനസ്സ് മാറാനുള്ള സാഹചര്യം കാണുന്നുണ്ടോ? നമുക്കിപ്പോൾ രാഹുലിന്റെ ജാമ്യം ലഭിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഇവർ പോരാട്ടം നടത്തുമെന്ന് മറ്റൊരു വശത്ത് പറയുന്നുണ്ട്. ഏത് രീതിയിലേക്കായിരിക്കും ഈ ഒരു കാര്യങ്ങൾ പോകുന്നത്? ഇത് രണ്ടും തമ്മിൽ നമുക്ക് ബന്ധപ്പെടുത്താൻ ഈ ഒരു സാഹചര്യത്തിൽ കഴിയുമോ? ഭദ്ര, അത്തരമൊരു സംയുക്തമായ നീക്കം നടക്കുമെന്ന് തോന്നുന്നില്ല. ഏതായാലും സംസ്ഥാന സർക്കാർ ആ നിലയിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLA മാരും അടക്കം MP മാരും അടക്കം എല്ലാവരും തന്നെ ഈ ഒരു സമരവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ എത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇത് സംസ്ഥാനത്തിന്റെ ഒരു പൊതുവിഷയമാണ് എന്നുള്ള നിലയിലാണ് പ്രതിപക്ഷത്തെ കൂടി ഈ സമരത്തിനൊപ്പം ചേർക്കാൻ, അല്ലെങ്കിൽ ഈ പ്രതിഷേധത്തിന് ഒപ്പം ചേർക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിച്ചത്. ഇതിന്റെ ഭാഗമായാണ് പ്രതിപക്ഷ നേതാവിനെയും ഉപനേതാവിനെയും ക്ഷണിച്ചുകൊണ്ട് ഒരു യോഗം നടത്താനൊക്കെ തീരുമാനിച്ചത്. പക്ഷേ ഈ ഒരു സംയുക്തമായ ഒരു സമരത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്നൊരു നിലപാടാണ് നിലവിൽ UDF കൈക്കൊണ്ടിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ വിഷയങ്ങളെല്ലാം തന്നെ, അതായത് മുഖ്യമന്ത്രിയുമായി വിളിച്ചേർത്ത് യോഗത്തിൽ പങ്കെടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ UDF-മായി ആലോചിച്ച് മാത്രമേ ഒരു തീരുമാനത്തിലെത്താൻ കഴിയൂ എന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ് UDF ഉള്ളത്. സ്വാഭാവികമായും അത്തരത്തിൽ സംയുക്തമായ ഒരു പോരാട്ടം, അതായത് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ പോര് UDF-ഉം അല്ലെങ്കിൽ പ്രതിപക്ഷവും സംസ്ഥാന സർക്കാരും തമ്മിൽ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അത്തരത്തിലൊരു സംയുക്തമായ നീക്കത്തിന് യാതൊരു സാധ്യതയും നിലവിൽ കാണുന്നില്ല. ആ നിലയിലുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് UDF നേതാക്കളിൽ നിന്നും ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഭദ്ര. ശരി കമലേഷ്, വ്യക്തമാണ്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിൽ മോചിതനായിരിക്കുന്നു. ജയിലിന് പുറത്ത് നൂറുകണക്കിന് പ്രവർത്തകരാണ് രാഹുലിനെ സ്വീകരിക്കാൻ എത്തിയിരുന്നത്. സർക്കാരിനെതിരായ പ്രതിഷേധങ്ങളിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചു. പിണറായിയുടെ കിരീടം താഴെ ഇറക്കണം, ജനങ്ങൾ പിന്നാലെയുണ്ട്, സൂക്ഷിക്കണമെന്നൊക്കെ തരത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കമലേഷ്.